നമസ്കാരം, ഞാൻ രഞ്ജിനി മേനോൻ. കഴിഞ്ഞ 20-ലേറെ വർഷക്കാലമായിട്ട് നിങ്ങളുടെ മുന്നിൽ ടെലിവിഷൻ സ്ക്രീനിലൂടെ വരുന്നൊരു വ്യക്തിയാണ്. ഒപ്പം ചിലപ്പോഴൊക്കെ സിനിമകളിലും അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളിലും മാസികകളിലുമൊക്കെ എൻ്റെ പ്രസൻസ് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നത് എൻ്റെ കഥ പറയാനാണ്. പലപ്പോഴും ഞാൻ ഇൻ്റർവ്യൂവർ എന്നുള്ള ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് മറ്റുള്ളവരുടെ കഥകൾ, അവരുടെ ജീവിതത്തെക്കുറിച്ചും അവർ കടന്നു വന്ന വഴികളെക്കുറിച്ചും ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ വളരെ റെയറായിട്ടാണ്, അല്ലെങ്കിൽ ഇത് ആകസ്മികമായിട്ട് സംഭവിച്ചതാണെന്ന് പറയാം, ഇങ്ങനെ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ എൻ്റെ കഥ പറയാൻ കിട്ടുന്ന ഒരവസരം. എനിക്ക് തോന്നുന്നു എൻ്റെ കഥ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ എൻ്റെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ എനിക്കറിയുന്നവരോടോ പുതിയ തലമുറയോടോ ഒക്കെ ഇത് പറയാനുള്ള അവസരം കിട്ടാറുണ്ട്. പക്ഷേ ഓൺ സ്ക്രീനിൽ മുഴുനീളമായിട്ട് അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് മുഴുക്കെ നിങ്ങളുടെ മുന്നിൽ എൻ്റെ കഥ പറയുക എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, ഇത് എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയണ്ട എന്നൊക്കെ. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി, ഞാൻ പറയേണ്ടതെല്ലാം ഞാൻ പറയണം. കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും വർഷത്തെ കഥ പറയുക എന്നുള്ളത് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. എന്നാലും എൻ്റെ ജീവിതത്തിൽ എന്നെ ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്നെ ഞാനാക്കി മാറ്റിയ കാര്യങ്ങളൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതുന്നു. ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും 2 മക്കളിൽ ഒരാളാണ്. എൻ്റെ അച്ഛൻ മലയാളികൾക്ക് കുറേയൊക്കെ പരിചിതമായിരിക്കും. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. വിഖ്യാതനായിട്ടുള്ള ഒരു മോട്ടിവേഷണൽ സ്പീക്കറിനോ ട്രെയിനറിനോ ആചാര്യൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കുക. ലേറ്റ് MAS മേനോൻ. അദ്ദേഹത്തിൻ്റെയും കാർത്തിയായനി എന്ന് ആണ് എൻ്റെ അമ്മയുടെ പേര്. അവരുടെ 2 മക്കളിൽ മൂത്തയാളാണ് ഞാൻ. എനിക്ക് ഒരേ ഒരു ആങ്ങളയാണുള്ളത്, ഡോക്ടർ രാജേഷ് അംബാസുദൻ. അദ്ദേഹം ശാസ്ത്രജ്ഞനാണ്, അമേരിക്കയിൽ ജോലി ചെയ്യുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാ സൗഭാഗ്യങ്ങളോടും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള എല്ലാ ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഒരു സാധാരണ കുട്ടിക്ക് ഒരു കുടുംബത്തിൽ വീട്ടിൽ കിട്ടാനോ അതെല്ലാം കിട്ടി സന്തോഷത്തോടു കൂടി വളർന്നു വന്നിരുന്ന ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ അത്തരത്തിൽ ഉള്ളൊരു ജീവിതത്തിന് ഒരു മാറ്റം വരികയുണ്ടായി. ഇന്നലെ വരെ അനുഭവിച്ച സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഇന്ന് മുതൽ ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ട്രോമ. അപ്പോൾ അമ്മ എന്ന് പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള, എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഒരാളാണ് എൻ്റെ അമ്മ. അമ്മയുടെ ജോലി ഉള്ളത് കൊണ്ട് മാത്രം അമ്മ നല്ലതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഞങ്ങൾക്ക് 2 മക്കൾക്കും തരാൻ സാധിച്ചു. പക്ഷേ അന്നത്തെ കാലത്ത് നമ്മുടെ സാഹചര്യം തീർത്തും മനസ്സിലാക്കിയിട്ട് പല കാര്യങ്ങളിലും ആഗ്രഹം ഉണ്ടായിട്ടും ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെയോ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ എത്രയൊക്കെ പഠിച്ചു പോയാലും ഞാനൊരു കലാരംഗത്തേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് എൻ്റെ മനസ്സിൽ എവിടെയോ പറഞ്ഞിരുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് വളരെ ചെറിയ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ, പഴയ ജനറേഷന് ഇത് ഓർമ്മയുണ്ടാവും, നമ്മുടെയൊക്കെ വീടുകളിൽ റേഡിയോ കേൾക്കുമായിരുന്നു. വീട്ടിലെ സിസ്റ്റം തന്നെ ഒരു റേഡിയോ രാവിലെ ഓണാക്കി വെച്ചാൽ റേഡിയോയുടെ ടൈമിനനുസരിച്ചാണ് രാവിലെ വീട്ടിലെ ലൈഫ് മുന്നോട്ട് പോവുക. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രാവിലെ നമ്മൾ കേൾക്കുന്ന ഓൾ ഇന്ത്യ റേഡിയോയിലെ ഹിന്ദി വാർത്തകളും അതിനുശേഷം തുടർന്ന് നമ്മൾ കേൾക്കുന്ന ഇംഗ്ലീഷ് ന്യൂസും. അപ്പോൾ നിർബന്ധമായിട്ട് എൻ്റെ അച്ഛൻ എന്നോട് പറയുമായിരുന്നു, നീ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും നീ പഠിക്കുന്നതിനൊപ്പം തന്നെ നിർബന്ധമായിട്ടും കേട്ടിരിക്കേണ്ട ഈ 2 കാര്യങ്ങൾ. അത് 2 കാരണമാണ് അച്ഛൻ എന്നെ പറഞ്ഞു തന്നത്. ഒന്ന്, ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കുന്നതിലൂടെയും ഹിന്ദി ന്യൂസ് കേൾക്കുന്നതിലൂടെയും 2 പുതിയ ഭാഷകൾ. നമ്മൾ മലയാളമാണ് നമ്മുടെ സ്വന്തം ഭാഷ, പക്ഷേ മലയാളത്തിനൊപ്പം ഇംഗ്ലീഷും ഹിന്ദിയും ഒരുപോലെ പഠിക്കാനും മനസ്സിലാക്കാനും കിട്ടുന്ന ഒരവസരം. ഒപ്പം ലോകത്തെ തിരിച്ചറിയാനും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും കിട്ടുന്ന ഒരവസരം. അതുകൊണ്ട് തന്നെ വീട്ടിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും സ്കൂളിലേക്ക് പോകാനായിട്ട് നമ്മൾ റെഡി ആകുന്ന സമയത്തും രാവിലത്തെ ഭക്ഷണം കഴിക്കുന്ന സമയത്തായാലും ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഈ 2 വാർത്തകൾക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. ഈ മനസ്സിൽ ആ സമയത്ത് ഈ വാർത്തകൾ ഇങ്ങനെ കേട്ട് ആ ശബ്ദവും അല്ലെങ്കിൽ ഓരോരുത്തരുടെ അവതരണ രീതിയും അവർ പറഞ്ഞ വാർത്തകളും മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും സ്കൂൾ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുമ്പോൾ. ഏതോ ഒരു നിമിഷത്തിൽ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന്, അത്തരത്തിലൊരു ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന്. പക്ഷേ എങ്കിലും എപ്പോഴൊക്കെയോ അത് ശ്രദ്ധിച്ചതിൻ്റെ ഫലമായിരിക്കണം ഉച്ചാരണം വൃത്തിയായി ഉച്ചരിക്കണം ഒരു വാക്ക്. അല്ലെങ്കിൽ മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും സംസ്കൃതമായാലും ഈ ഭാഷകളൊക്കെ തന്നെ
ഉപയോഗിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഉച്ചാരണ ശുദ്ധി ഉണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള വാക്കുകളാണ് ഓരോ സ്ഥലത്തും ഉപയോഗിക്കേണ്ടതെന്ന് അച്ഛൻ പഠിപ്പിച്ചു തരുമായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞു തരുമായിരുന്നു. ഏതായാലും അതിനുശേഷം കോളേജിലേക്ക് വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഓൾ ഗേൾസ് സ്കൂളിൽ നിന്ന് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സ്കൂൾ ലൈഫായിരുന്നു എൻ്റെ. ഈ പറഞ്ഞ പോലെ കുസൃതിത്തരങ്ങളും ധാരാളമുണ്ട്. ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ടുള്ളവർ ഇപ്പോൾ പുതിയ വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ രൂപീകരിക്കുമ്പോൾ നമ്മൾ പഴയ കാലങ്ങളെ കുറിച്ചൊക്കെ പറയും. അപ്പോൾ അന്ന് നമ്മളുടെ കുസൃതികളും തമാശകളും കുറച്ചൊക്കെ വികൃതികളും ഒക്കെ ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് തമാശയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഉള്ളിൽ വളരെ തേങ്ങുന്ന സമയത്ത്, ഉള്ളിൽ വേദനിക്കുന്ന സമയത്തും ഞാൻ പഠിച്ച സ്കൂളിൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും വളരെ പോഷായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളരെ ഇക്കണോമിക്കലി അപ്പർ ക്ലാസ്സിലുള്ള കുട്ടികളുടെ കൂടെ അഭിനയിച്ചെങ്കിലും പലപ്പോഴും എനിക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം അതുവരെ ഉണ്ടായിരുന്നതെന്ന് മാറി വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് വന്ന സമയത്ത് അവിടെ ഉണ്ടാക്കി കൂട്ടുകാരുടെ ഇടയിലേക്ക് എന്നാൽ ഇതൊന്നും പറയാൻ പറ്റില്ല, പറയാനുള്ള ധൈര്യമില്ല, അവരുടെ ഒപ്പം നിൽക്കുകയും വേണം. ഇതൊരു വല്ലാത്തൊരു വിഷമം എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരുപക്ഷെ ഇപ്പോൾ ഇത്രയും കാലം എൻ്റെ കൂട്ടുകാരൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളിൽ ചിലർക്കൊക്കെ അത് ഓർമ്മ വന്നിട്ടുണ്ടാവും. പക്ഷേ ഒരിക്കലും എവിടെയും ഒരു കുറവ് വരുത്താതിരിക്കാൻ, കാഴ്ചയിലെങ്കിലും കുറവ് വരുത്താതിരിക്കാൻ എൻ്റെ അമ്മ ശ്രമിച്ചിരുന്നു. അച്ഛൻ അതുപോലെ തന്നെ വലിയ ധനമൊന്നും അദ്ദേഹം സമ്പാദിച്ചില്ല എങ്കിൽ കൂടിയും വലിയ ഒരു എന്താ പറയുക, ധനം എന്ന് പറയുമ്പോൾ അതിനെ ഒരു ഇക്കണോമിക് ആസ്പെക്റ്റിൽ മാത്രം കാണാതെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ നേടുന്നു, എന്താണ് ധനം എന്നുള്ളതിനെ നിർവചിച്ചെടുക്കുമ്പോൾ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കേണ്ട വലിയ വലിയ കാര്യങ്ങളുണ്ട്. അതാണ് ധനം എന്ന് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഞാൻ ആദ്യം അനുഭവിച്ച ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. സാമ്പത്തിക പ്രശ്നങ്ങളുള്ളപ്പോൾ അത് പ്രശ്നമാണെന്ന് ആരോടും പറയാൻ സാധിക്കില്ല. പക്ഷേ ആ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാതെ എന്നാൽ മാന്യമായി തന്നെ ആഘോഷമായി തന്നെ ഇരിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇടത്തരക്കാരുടെ ഇടയിൽ മീഡിയോക്കർ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണിത്. ഇന്ന് കുറേയൊക്കെ അങ്ങനെയുള്ളൊരു മനോഭാവത്തു നിന്ന് ആളുകൾ മാറിയിരുന്നു. പക്ഷേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ വീട്ടിൽ നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അന്ന് വരെ 3 or 4 ജോലിക്കാരുണ്ടായിരുന്ന വീട്ടിൽ നിന്ന് നമ്മളെ നോക്കാനായിട്ടൊരാളില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഹോസ്റ്റലിലേക്ക് മാറ്റുകയുണ്ടായത്. ഹോസ്റ്റലിൽ ചെന്ന സമയത്ത് ഞാൻ കാണുന്നത് ഈ പറഞ്ഞ പണത്തിൻ്റെ ധാരാളിത്തവും പളവളപ്പും ഒക്കെ തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എനിക്കിതുപോലെയൊക്കെ ആയിരുന്നല്ലോ, ഇപ്പോൾ ഞാൻ അങ്ങനെയല്ലോ, പക്ഷേ ഇതെങ്ങനെ ഇവരുടെ മുന്നിൽ ഇത് കാണിക്കുമെന്നുള്ള ഒരു ആശങ്ക ഉള്ളിലുണ്ട്. ആ ഒരു ട്രോമ ഒരു ഘട്ടത്തിൽ ഞാൻ വല്ലാതെ എന്നെ ബാധിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഹോസ്റ്റലിലേക്ക് വന്ന് ഈ ഒരു സാഹചര്യങ്ങളെല്ലാം കണ്ട സമയത്ത് ഞാൻ ഒരു ഘട്ടം എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ ഒതുങ്ങി മാറി പിൻവാങ്ങി നിൽക്കേണ്ട ആളല്ല. ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോയേക്കാം. അപ്പോൾ നമ്മളിലുള്ള സ്ട്രെങ്ത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പലപ്പോഴും എൻ്റെ സ്കൂളിൽ എൻ്റെ ടീച്ചേഴ്സ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും എൻ്റെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവർ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതൊരു മഹാഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടും ഒക്കെ കിട്ടി സ്കൂളിൽ ഈ പറഞ്ഞ പോലെ ഈ ട്രോമയൊക്കെ ഉൾക്കൊണ്ട് ഇനി ഞാൻ ചാലഞ്ച് ചെയ്യുക ചെയ്ത്, ഞാനങ്ങനെ വിട്ടുകൊടുക്കില്ല, ഇനി ഞാൻ പിന്നോട്ട് മാറി നിൽക്കില്ല. എൻ്റെ അപകർഷതാബോധം ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ തൂക്കി ദൂരെ എറിയും, തീർച്ചയായും മറ്റുള്ളവരുടെ ഒപ്പം ഞാൻ നിൽക്കും എന്ന് പറഞ്ഞ് ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, ഞാൻ ആ ഒരു ടീനേജിലെത്തിയപ്പോഴേക്കൊക്കെ കുറച്ച് വികൃതികളും കുറുമ്പുകളൊക്കെ കാണിക്കാൻ തുടങ്ങി. പലപ്പോഴും ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. അവരെന്തെങ്കിലും ഹൈഡ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാലാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ തിരിക്കാനായിട്ട് മറ്റ് പല കാര്യങ്ങളിലേക്കും പോകും. പക്ഷേ ഭാഗ്യത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പഠിപ്പിനൊപ്പം തന്നെ എൻ്റെ കലാപ്രവർത്തനങ്ങളും ഒക്കെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അതിൽ കൂടി ഞാൻ എക്സൽ ചെയ്തത് കൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരായാലും എൻ്റെ സഹപാഠികളായാലും എൻ്റെ അധ്യാപകരായാലും എന്നെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ചേർത്ത് നിർത്തുകയും ചെയ്തു. പിന്നീട് കോളേജിലേക്ക് വന്ന സമയത്തും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കോളേജിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്തിനെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഞാൻ കടന്നു വന്നു.
വളരെ ഫ്രീഡം തന്ന ഒരു കുടുംബമായിരുന്നു എൻ്റേത്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് എന്തും പറയാനും എന്തും കാണാനും എന്തും കേൾക്കാനുമുള്ളൊരു ഫ്രീഡം തന്നിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നത്തെ കാലമല്ല എന്ന് ഓർക്കണം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണിത്. അപ്പോൾ അന്ന് കോളേജിലേക്ക് വരുമ്പോൾ ഇത്രയൊക്കെ ഫ്രീഡം ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ അത് ചിലപ്പോൾ ബന്ധുക്കളാവാം, ചിലപ്പോൾ സുഹൃത്തുക്കളാവാം, മറ്റുള്ളവരാവാം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കോളേജ് കാലഘട്ടത്തിന് ശേഷം ഞാൻ മുന്നോട്ടുള്ള യാത്രയിൽ വിദ്യാഭ്യാസ രംഗത്തെല്ലാം എന്നെക്കൊണ്ട് മാക്സിമം എനിക്ക് എക്സൽ ചെയ്യാൻ സാധിച്ചു. ജീവിതം ഏകദേശം 23 വയസ്സ് വരെ എന്നെ സംബന്ധിച്ചിടത്തോളം റോസി എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുക. വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ലൈഫാണ്. ഓഫ് കോഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ട്. അതിനെ ചൊല്ലിയുള്ള ദുരിതങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടിയും എല്ലാ മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്. ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നതാണ് ഏറ്റവും കളർഫുള്ളായിട്ടുള്ള കാലം എന്ന് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് വേദനകൾ ഉണ്ടായിരുന്നെങ്കിലും ജീവിതത്തിൽ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ഭാഗം അത് തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ അതിന് ശേഷം ഞാൻ വിവാഹിതയായി. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് നടന്നൊരു വിവാഹമാണ്. വിവാഹിതയായി ഞാൻ ആ ഒരു പുതിയ ലൈഫിലേക്ക് കടന്നു ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടുള്ളവരും അല്ലെങ്കിൽ എൻ്റെ അധ്യാപകരും എന്നെ അറിയുന്നവരും ഒക്കെ പറഞ്ഞു, എന്തിനാണ് ഈ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത്, എന്തിനാണ് കല്യാണം കഴിച്ച് അങ്ങനെ സെറ്റിൽഡ് ആവേണ്ട ഒരാളല്ല, ഒരു പ്രൊഫഷണൽ എക്സലൻസിൽ മുന്നോട്ട് പോകേണ്ട ഒരാളാണെന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛൻ ആ സമയത്ത് ഒരു ഹാർട്ട് അറ്റാക്കൊക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഇന്നത്തെ പോലെയുള്ള ചികിത്സാ സൗകര്യങ്ങൾ അന്നത്തെ കാലഘട്ടത്തിലില്ല. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് എന്തോ പേടിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മൾ അന്ന് കരുതിയിരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്ഥാനമുണ്ട്. ഇപ്പോഴും ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഈ ക്യാമറയുടെ മുന്നിലിരുന്ന് പറയുമ്പോൾ പോലും എൻ്റെ കണ്ണ് നിറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത്രയേറെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എൻ്റെ അച്ഛനുമായിട്ട് എനിക്കുണ്ടായിരുന്നു. അമ്മയുമായിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഒരു പടിക്ക് മുകളിലാണ് അച്ഛൻ്റെ സ്ഥാനം എൻ്റെ ജീവിതത്തിൽ. എന്തായാലും ആ വിവാഹം അത്ര സുഖകരമായിട്ടുള്ള അനുഭവങ്ങളല്ല എനിക്ക് തന്നത്. ആ വ്യക്തിയോടോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിനോടോ എനിക്ക് ഇന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഒരു പക്ഷേ നിങ്ങൾ കാഴ്ചക്കാരെ അത്ഭുതപ്പെട്ടേക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചിന്തിച്ചേക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നും അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്തായിട്ട് നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളും എന്നോട് വളരെ സ്നേഹമായിട്ട് തന്നെയാണ് ഇടപെടുന്നത്. പലരും, എല്ലാവരും എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യത്തിലേക്കാണ് ഞാൻ വന്ന് വീണത് എന്ന് ഞാൻ തിരിച്ചറിയുന്ന നിമിഷത്തിൽ എനിക്കതൊരു വലിയ ഷോക്കാണ് ഉണ്ടായത്. എൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഞാൻ വിവാഹിതയായാലും എൻ്റെ പഠിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അതുപോലെ തന്നെ സിവിൽ സർവീസിൻ്റെ തുടക്കഘട്ടം ആദ്യത്തെ ഭാഗം ക്ലിയർ ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് ഞാൻ. അപ്പോൾ ഞാൻ മെയിൻസ് എടുക്കും, അതിനുശേഷം സിവിൽ സർവീസിലേക്ക് മുന്നോട്ട് പോകാം, അതുമല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷണൽ ലൈഫിലേക്ക് ഞാൻ മുന്നോട്ട് പോകും എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ എനിക്ക് എപ്പോഴും തിരിച്ചറിഞ്ഞൊരു കാര്യം, ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടല്ലായിരുന്നു ഒരു കാലഘട്ടത്തിലും എൻ്റെ പഠിപ്പിനെയും അല്ലെങ്കിൽ എൻ്റെ കഴിവുകളെയും ഞാൻ ഉപയോഗിച്ചത് എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞൊരു സമയമാണത്. കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഒരു നാഷണൽ ലെവൽ എൻട്രൻസ് എഴുതി. അതിൽ മെറിറ്റ് സ്കോളർഷിപ്പോടുകൂടി ഓൾ ഇന്ത്യ ലെവലിൽ 2nd റാങ്ക് കിട്ടിയിട്ടാണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് പോകുന്നത്. അത്ര എളുപ്പത്തിൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിന് വില കുറയുമെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഏതായാലും ലൈഫിൽ അങ്ങനെ ഒരു സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഇമോഷണൽ സ്ട്രഗിളിലൂടെ ഞാനൊരു 4-5 വർഷം കടന്നുപോയി. ആ സ്ട്രഗിൾ ഓവർകം ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചെങ്കിലും അതുവരെ ഉണ്ടായിരുന്ന സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് വീട്ടിലുണ്ടായപ്പോഴും മറ്റ് പ്രശ്നങ്ങൾ, അച്ഛൻ്റെ അസുഖങ്ങൾ ഉണ്ടായപ്പോഴും ഒക്കെ നമ്മളത് ഒറ്റക്കെട്ടായി നിന്ന് അച്ഛനും അമ്മയും മക്കളുമായിട്ട് നിന്ന് ഓവർകം ചെയ്തു. പക്ഷേ തീർത്തും ഒറ്റപ്പെട്ടു പോയൊരു മാനസികാവസ്ഥയായിരുന്നു എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഉണ്ടായത്. ആരുടെയും പ്രത്യേകമായിട്ട് തെറ്റുകൾ എടുത്തെടുത്ത് പറയാനോ അല്ലെങ്കിൽ കുത്തി നോവിക്കാനോ ഒന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, എന്നെ അടുത്തറിയുന്നവർക്കൊക്കെ അറിയാം. ഏതായാലും ചെളി വാരിയെറിയാനോ അതിനൊന്നും തന്നെ നിൽക്കാതെ ഞാൻ ആ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ വെറും 300 രൂപയും ഒരു ബോട്ടിൽ പാലും 1 വയസ്സുള്ള ഒരു കുഞ്ഞും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ് പോലും എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നാണ് വന്നത്. എൻ്റെ കയ്യിൽ ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റ്സ് ഒന്നും തന്നെ ഇല്ല.
അതുപോലെ തന്നെ എനിക്കപ്പോൾ ഒന്നൊരു ജോലിയില്ല. അതിനു മുമ്പ് ഞാൻ അധ്യാപികയായിട്ട് വർക്ക് ചെയ്തിരുന്നു കുറച്ച് കാലം, എങ്കിൽ പോലും ജോലിയില്ല. ഒരു ജീവിതം എന്ന് പറയുന്ന ഒരു ക്രോസ് റോഡ്സിൽ എത്തി നിൽക്കുന്ന ഒരു സമയം. പ്രായം എന്ന് പറയുന്നത് വെറും 26 വയസ്സ്, 26-27 വയസ്സ് എത്തുന്നു. അപ്പോൾ ജീവിതത്തിൽ ഒരു 22-23 വയസ്സ് വരെ ഏറ്റവും മനോഹരമായിട്ടുള്ള ലൈഫിലേക്ക് കൂടി പോവുകയും ഈ 23 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ലൈഫിലെ ഏറ്റവും ഡാർക്കായിട്ടുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്ന് പുറത്തേക്ക് പലപ്പോഴും ഞാൻ പലപ്പോഴും പല സ്ത്രീകളോടും പറയാറുണ്ട്, ഡിസിഷൻ എടുക്കാനുള്ള ഒരു മടിയോ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റായികയോ ആണ് പലപ്പോഴും ജീവിതത്തിനെ മുരടിപ്പിച്ച് കളയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ അർത്ഥമില്ലാതെ ആക്കുന്നത്, ജീവിതത്തിന് അതിൽ നിന്നൊരു ഫ്രൂട്ട്ഫുള്ളായിട്ട് ഒന്നും നേടിയില്ലല്ലോ എന്ന് പിന്നീട് പരിതപിക്കേണ്ടി വരുന്നത്. ഒരിക്കൽ തളർന്നു പോകുമെന്ന് കരുതിയിരുന്ന, അല്ലെങ്കിൽ എവിടെയും എത്തില്ല എന്ന് കരുതിയിരുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഈ കാലയളവ് കൊണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 വർഷം, 25 വർഷത്തിൻ്റെ ഇടയിൽ ഇതെല്ലാം സാധിച്ചു എന്നുള്ളത് ഒരിക്കലും കാലിടറാൻ നമ്മൾ അനുവദിക്കില്ല, അല്ലെങ്കിൽ വീണ് പോകുമ്പോഴും എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളൊരു ധൈര്യം മനസ്സിനുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ സന്തോഷങ്ങളും. അതായത് നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുക, മനസ്സ് ശുദ്ധമായിട്ടിരിക്കുക, എപ്പോഴും ധൈര്യത്തോടുകൂടി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സോടുകൂടി മുന്നോട്ട് പോകാറുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇനി എന്തെന്നുള്ള ആലോചനയിൽ നിൽക്കുമ്പോഴാണ് വളരെ ആകസ്മികമായിട്ട് ടെലിവിഷൻ, അന്ന് നമുക്കറിയാം ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന കേബിൾ സാറ്റലൈറ്റ് ടെലിവിഷൻ അന്ന് മലയാളികളുടെ ഇടയിലേക്ക് വന്നൊരു കാലഘട്ടമായിരുന്നു. വളരെ ആകസ്മികമായിട്ട് ഞാനൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ടോക്ക് ഷോ ആണ്, ശ്രീകണ്ഠൻ നായർ ചെയ്തിരുന്ന ഒരു ടോക്ക് ഷോ. ജീവിതത്തിൽ നിന്ന് പുറത്ത് വന്ന സമയത്ത് ഏഷ്യാനെറ്റിൽ ഇങ്ങനെ ഒരു ഷോ ഉണ്ടാവുന്നത്, ഷോയുടെ സമയത്ത് ഒരു സൈക്കോളജിസ്റ്റിനെ, അതും കുട്ടികളുടെ മനഃശാസ്ത്രത്തിൽ വിദഗ്ധയായിട്ടുള്ള ഒരാളെ വേണമെന്ന് പറഞ്ഞ്, അങ്ങനെ വളരെ എന്താ പറയുക, ആക്സിഡൻ്റൽ എന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ ഒരു സുഹൃത്തായ മനു ജോസ്, നിങ്ങളുടെയൊക്കെ മുന്നിൽ ടെലിവിഷനിലൂടെയും സിനിമയിലൂടെയൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള വ്യക്തിയാണ് മനു എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഇങ്ങനെ ഒരു ഷോ ഉണ്ട്, വന്നുകൂടെ ഒന്ന് വരൂ എന്ന് പറഞ്ഞ് അങ്ങനെ അതിൽ പങ്കെടുക്കുന്നത്. ഒരിക്കലും മറക്കാൻ സാധിക്കില്ല മനുവിനെ. ഏതായാലും അന്ന് ഞാൻ മാനസികമായിട്ട് തളർന്നിരിക്കുന്നൊരു സമയമായിരുന്നു. ജീവിതത്തിൻ്റെ ഒരു ക്രോസ് റോഡ്സിലെത്തി. ഒരു വയസ്സിലൊരു കുഞ്ഞുണ്ട്. ഇനി അങ്ങോട്ട് എന്താണ് ജീവിതം എന്നറിയില്ല. ഇനി എന്ത് ജോലി ചെയ്യാൻ സാധിക്കും എന്നറിയില്ല. ഇനി എന്ത് ജോലി തന്നെയായാലും മാനസികമായിട്ട് അത് എന്ത് കാര്യവും ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം മനസ്സിൽ ഇല്ലാതെ ചോർന്നു പോകുന്നത് പോലെയൊക്കെ തോന്നി. പക്ഷേ ആ ഘട്ടത്തിലും അച്ഛനമ്മമാർ തന്നെയാണ് എൻ്റെ കൂടെ നിന്നത്. നമുക്ക് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ ഒരു ബാധ്യത തീർക്കുന്നത് പോലെ വിവാഹം കഴിച്ച് അയക്കുന്ന അച്ഛനമ്മമാർ. അവർ തിരിച്ചു വരാതിരിക്കുന്നത് പലപ്പോഴും എൻ്റെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ അച്ഛനമ്മമാർക്ക് ഞാനൊരു ബാധ്യതയാവുമോ, അല്ലെങ്കിൽ ആങ്ങളയ്ക്കൊരു ബാധ്യതയാവുമോ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ വിസ്മയുടെയൊക്കെ കഥ കേട്ടു, ബാധ്യതയാവുമോ എന്നുള്ള ചിന്തയിൽ നിന്നൊക്കെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ മകൾക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് അച്ഛനമ്മമാർ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ജീവിതങ്ങൾ ബാക്കിയായേനെ. എപ്പോഴും ഒരു മകൾക്ക് തിരിച്ചെത്താനുള്ളൊരു അഭയകേന്ദ്രമായിരിക്കണം ഓരോ അമ്മയും അച്ഛനും ഓരോ വീടും എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഏതായാലും വീട്ടിലേക്കൊക്കെ വന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് പറയുന്നവർ, ഇന്ന് പറയുന്നവരും തന്നെ ഞാൻ പറയണം, യഥാർത്ഥ സുഹൃത്തുക്കളും അല്ലാതെയുള്ളവരും ഉണ്ടാവും. ഇങ്ങനൊരു സാഹചര്യത്തിൽ 26 വയസ്സുള്ളൊരു പെൺകുട്ടി എന്തിനാണ് പോകുന്നത്, ഇവൾക്കൊക്കെ എന്തിൻ്റെ പ്രശ്നമാണ്, അഡ്ജസ്റ്റ് ചെയ്തുകൂടെ, കോംപ്രമൈസ് ചെയ്തുകൂടെ എന്നൊക്കെ പറയുന്നില്ല. ഇതെല്ലാം തിരിച്ചു വന്ന ഘട്ടത്തിൽ ഇങ്ങനെ ടെലിവിഷനിൽ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ പോവുകയും അവിടെ വെച്ച് അവർ അന്ന് ഏഷ്യാനെറ്റിൻ്റെ തുടക്കകാലമാണെന്ന് ഓർക്കണം, അവരൊരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോക്ക് ഷോ തുടങ്ങുന്നു എന്ന് പറയുന്നു. അതുവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ടെലിവിഷൻ എന്ന് പറയുന്നൊരു കാര്യം എൻ്റെ മനസ്സിൽ എവിടെയും തന്നെ ഇല്ല. പക്ഷേ അവിടെയും ആ ടോക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്കറിയാം, അകത്തളം എന്ന് പറയുന്ന ഒരു മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വിമൻ എംപവർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രാവലിംഗ് ടോക്ക് ഷോ ആയിരുന്നു അകത്തളം. അത് തുടങ്ങുന്ന സമയത്ത്, അത് തുടങ്ങുന്നതിന് മുമ്പ് അതിന് ഒരു മാതൃകകളൊന്നും തന്നെ ഇല്ലായിരുന്നു.
നമുക്കറിയാം, നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഒരു ഷോ ചെയ്യുന്ന സമയത്ത് അതിലുള്ള ചില സമയത്ത് ചില വിഷയങ്ങൾ വളരെ തമാശ നിറഞ്ഞ വിഷയങ്ങളും ചിലപ്പോഴൊക്കെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുപോലെ അല്ല അകത്തളത്തിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള ആശ അച്ചി ജോസഫും ഡോക്ടർ ആശ അച്ചി ജോസഫാണ് ഇന്ന്. കാരണം ആ ഒരു ഷോയുടെ പേരിൽ തന്നെ അവർക്കൊരു ഡോക്ടറേറ്റ് പൂനെ യൂണിവേഴ്സിറ്റി ഓണർ ചെയ്യുകയുണ്ടായി. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഷാജി വർഗീസ് എന്ന് പറയുന്ന വ്യക്തിയും ഈ രണ്ടുപേരും ചേർന്ന്, ഈ മനു ജോസ് എന്ന് പറയുന്ന വ്യക്തി എൻ്റെ സുഹൃത്തായിരുന്ന അദ്ദേഹമാണ് ആ ഷോയുടെ കോർഡിനേറ്റർ. അങ്ങനെ ഇവരിത് തീരുമാനിച്ചിട്ട് ഒരു ഓഡിഷൻ നടത്തുകയാണ്. ഓഡിഷൻ നടത്തിയപ്പോൾ നിങ്ങൾക്കറിയാമോ, ആദ്യം എന്നോട് ഏഷ്യാനെറ്റിൽ നിന്ന് പറഞ്ഞത് എല്ലാം കൊള്ളാം, രണ്ട് കുഴപ്പങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ പറഞ്ഞ വ്യക്തിയുടെ രഞ്ജിനിയുടെ ശബ്ദം നന്നല്ല, ഒട്ടും സ്വീറ്റ് അല്ലാത്ത വോയിസ്, അതുകൊണ്ട് തന്നെ അവരെ റിജക്റ്റ് ചെയ്യുക. ആ ശബ്ദം നന്നല്ലാത്ത ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഇത്ര മോശമാണെങ്കിൽ ആരാണത് കേൾക്കാനായിട്ടിരിക്കുക? അതുകൊണ്ട് തന്നെ റിജക്റ്റ് ചെയ്യണം. രണ്ടാമത് പറഞ്ഞൊരു കാര്യം, അവർക്ക് തീരെ പ്രായമില്ല. 25-26 വയസ്സുള്ളൊരു പെൺകുട്ടി വന്നിട്ട് വളരെ ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആര് കേൾക്കും? തലയിൽ 2 നരയെങ്കിലും വേണ്ടേ സ്ത്രീകൾ ഇത് കേൾക്കണം എന്നുണ്ടെങ്കിൽ? വിമൻ എംപവർമെൻ്റ് ആണെന്നുണ്ടെങ്കിലും. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇവർക്ക് എത്രത്തോളം വായനയുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എന്താണെന്നുള്ളതും ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മൂന്നാമത് പറഞ്ഞ കാര്യത്തിൽ കുറച്ചൊക്കെ അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത് ആശയ്ക്കറിയാം. കാരണം ആശ എൻ്റെ കോളേജിൽ സീനിയറായിട്ട് പഠിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷേ ആദ്യത്തെ 2 കാര്യം, ഈ ശബ്ദം തീർത്തും മോശമാണ് എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ. എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, എല്ലാം കൊള്ളാം, കണ്ടൻറ്റൊക്കെ നല്ലതാണ്, പക്ഷെ നിങ്ങളുടെ ശബ്ദം നന്നല്ല, ഭയങ്കര ഷ്രീക്ക്നെസ്, അതായത് വല്ലാത്ത ഒരു ശബ്ദമാണ്, ഒരു പ്രത്യേകതരം ശബ്ദമാണ്, അതുകൊണ്ട് ആ ശബ്ദം വെച്ച് ഈ ഷോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ശബ്ദം മാറ്റണം എന്ന് പറയുന്നത് ഇതൊരു പാട്ടുപാടലോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ആവലോ അല്ലല്ലോ. രഞ്ജിനി എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ എൻ്റെ ആദ്യകാലത്ത് എന്നെ സ്കൂളിലും എൻ്റെ വീട്ടിലൊക്കെ എല്ലാം വിളിച്ചിരുന്നത് ശ്രീജ എന്നുള്ള പേരില്ല. ശ്രീജ എന്ന് പറയുന്ന ഈ വ്യക്തി, അല്ലെങ്കിൽ രഞ്ജിനി എന്ന് പറയുന്ന ഒരു വ്യക്തിയായി തന്നെയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ശബ്ദം മാറ്റി എത്ര കാലം എനിക്ക് ഉപയോഗിക്കാൻ പറ്റും? അത് ഒരു ഫേക്കായിട്ടുള്ളൊരു ശബ്ദമായിട്ടല്ലേ ഞാൻ നിങ്ങളുടെ മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ വരിക? അതെനിക്ക് സാധ്യമല്ല ആശ എന്ന് പറഞ്ഞു. അങ്ങനെ ആശയും ഷാജിയും അത് ഏഷ്യാനെറ്റിലെ ടോപ്പ് ഒഫീഷ്യൽസിനെ അറിയിച്ചു. അന്ന് പ്രേം മേനോൻ സാറാണ് അന്ന് ഇതിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത്. റെജി മേനോൻ സാറായിരുന്നു അന്നത്തെ ചെയർമാൻ. പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ റെജി മേനോൻ സാർ പറഞ്ഞു, അങ്ങനെയല്ല, ഒരു ട്രൈ കൂടി നമുക്ക് നടത്താം. ഞാൻ പറഞ്ഞു, എൻ്റെ ഐഡൻറ്റിറ്റിയാണ് എൻ്റെ ശബ്ദം. നമുക്കെല്ലാവർക്കും നമ്മുടെ മുഖം നമ്മളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന പോലെ, നമ്മുടെ സ്വഭാവം എന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന പോലെ ശബ്ദത്തിനും തീർച്ചയായിട്ടും ഒരു വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ എന്നിലുള്ള എൻ്റെ ആത്മവിശ്വാസം, എൻ്റെ ശബ്ദം, ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നെ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനായിരുന്നു കൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ സാധിക്കുക. ഞാൻ സംസാരിക്കുന്നത് സ്ത്രീകളെക്കുറിച്ചാണെങ്കിൽ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ ഹൃദയത്തിൽ നിന്നായിരിക്കണം വരേണ്ടത്. ഹൃദയത്തിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ശബ്ദം മാറ്റി പറയാൻ പറ്റുമോ? പാട്ട് പാടുകയാണെങ്കിൽ ഒരു പക്ഷേ സാധിക്കും. പക്ഷേ ആ ഒരു തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നു എന്നുള്ളതിൽ ഇന്നും എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ പറഞ്ഞു, സാധ്യമല്ല, എന്നെ നിങ്ങൾക്ക് ഈ ഒരു ഷോയിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്നെ മാറ്റിക്കോളൂ, അതിന് പകരം നിങ്ങൾ മറ്റൊരാളെ വെച്ചോളൂ, പക്ഷേ എൻ്റെ ശബ്ദം എനിക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ ഭാഗ്യം എന്നോ അല്ലെങ്കിൽ എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. അവർ ഒരുപാട് പേരെ ആങ്കർ ടെസ്റ്റ് ചെയ്തു. ആങ്കർ ചെയ്യാൻ വേണ്ടി അവർ ഒരുപാട് പേരെ പരീക്ഷിച്ചു. ഇന്ന് ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളെ പോലും ഇന്ന് ചില ജനപ്രതിനിധികളായിട്ടുള്ളവരെ പോലും അതിൽ ഉപയോഗിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അതൊന്നും സക്സസ്ഫുൾ ആയില്ല. ഒരൊറ്റ ഓഡിഷനും സക്സസ്ഫുൾ ആവാത്തൊരു ഘട്ടത്തിൽ ഏകദേശം ഒരു മാസം കൊണ്ട് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഒരു 50 പേരിലധികം പേര് ഓഡിഷൻ നടത്തിയിട്ടുണ്ട്. ഒന്നും ശരിയായില്ല. വീണ്ടും ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ തന്നെ ഒന്നും കൂടി ഒരു 2-3 എപ്പിസോഡ് ചെയ്ത് നോക്കാം, എന്നിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ആളെ മാറ്റിയേക്കാം. ശരി, ഞാൻ പറഞ്ഞു, അങ്ങനെ മാറ്റുകയാണെങ്കിൽ മാറ്റും. ഒരിക്കൽ പോലും എൻ്റെ അഭിമാനത്തിനെയോ എൻ്റെ വ്യക്തിത്വത്തെയോ പണയം വെച്ചിട്ട് ഞാൻ ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എത്ര തന്നെ താഴേക്ക് പോകേണ്ടി വന്നാലും, എത്ര വീണ് പോയാലും, എത്ര കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നാലും, എത്ര മോശം അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വന്നാലും, എൻ്റെ കൺവിക്ഷൻസിന്, എൻ്റെ ശരികൾ അത് ശരിയാവണം എന്നുള്ളതുണ്ട്. ഒരാളെയും ദ്രോഹിക്കാതിരിക്കുക,
സ്വന്തം നിലപാടുകളിൽ നിൽക്കുക, സ്വന്തം വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കുക, ചാലഞ്ചസ് എടുക്കുക. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ഞാൻ തുടർന്ന് വന്ന വഴി ഇന്നും അത് തന്നെയാണ്. അപ്പോൾ ശബ്ദം ശരിയല്ലാത്ത എന്നെ വെച്ച് തന്നെ അവർക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ പിന്നീട് ഒരു വർഷക്കാലം ഞാൻ ചെയ്ത ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഹിറ്റാവുകയുണ്ടായി. പിന്നീട് ഞാൻ വർഷങ്ങളോളം ഈ ഷോ ചെയ്തു. കേരളത്തിൽ മലയാളികൾക്ക് മുഴുവൻ അറിയാം. കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് സ്കൂപ്പുകൾ അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യമുണ്ടാകുന്ന പല കാര്യങ്ങളും സാമൂഹ്യ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയ, ഇപ്പോൾ കുടുംബശ്രീ ആവട്ടെ, അല്ലെങ്കിൽ മൈസൂർ കല്യാണങ്ങളാവട്ടെ, അറബി കല്യാണങ്ങളാവട്ടെ, അല്ലെങ്കിൽ സ്ത്രീ പീഡനങ്ങളുടെ ആദ്യകാലത്തെ ചില പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നതാവട്ടെ, എന്താ പറയുക, ഒരുപാട് വിഷയങ്ങൾ, മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ പ്രശ്നങ്ങളാവട്ടെ, ആദിവാസികളായ അവിവാഹിതരായ അമ്മമാരുടെ പ്രശ്നങ്ങളാവട്ടെ, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നമ്മൾ അകത്തളം എന്ന് പറഞ്ഞ ടോക്ക് ഷോയിലൂടെ കൊണ്ടുവന്നു. അന്നും ആദ്യത്തെ ഒരു വർഷം ഞാനിത് പല എപ്പിസോഡുകൾ ചെയ്യുന്ന സമയത്തും ഏറ്റവും തമാശ എന്തെന്ന് വെച്ചാൽ, ഓരോ ഷോ കഴിയുമ്പോഴും അടുത്ത ഷോയുടെ ഇടവേളയിൽ അവർ പുതിയ ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ പുതിയ ആങ്കറെ പരീക്ഷിക്കാനായിട്ടുള്ള ഓഡിഷൻസ് നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ 6 മാസങ്ങൾക്കുള്ളിൽ എനിക്ക് മനസ്സിലായി ഇനി മലയാളികൾ എന്നെ വിടില്ല എന്ന്. അത് ഒരു ആത്മവിശ്വാസമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സത്യസന്ധമായിട്ട്, വളരെ ട്രൂത്ത്ഫുള്ളായിട്ട്, ആത്മവിശ്വാസത്തോടുകൂടി സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളുടെ അടുത്ത് എത്തും. നമ്മൾ ആൽക്കെമിസ്റ്റിൽ പറയുന്നത് പോലെ, പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റിൽ പറയുന്നത് പോലെ, നിങ്ങളൊരു ആഗ്രഹത്തിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ മുന്നിലേക്ക് ഇറങ്ങി തിരിച്ചാൽ, അതിലേക്ക് കണ്ണും നട്ട് വേറെ ഒരു ശ്രദ്ധയും കൊടുക്കാതെ, മറ്റൊരിടത്തേക്കും ശ്രദ്ധ പാളിപ്പോവാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായും ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ വരും. അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. അങ്ങനെ 6 മാസക്കാലം കൊണ്ട് തന്നെ ഒരു വല്ലാത്ത ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരുന്ന രഞ്ജിനി മേനോൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരിയായ യുവതി സമൂഹം മുഴുവൻ അവളുടെ ഒപ്പം, അല്ലെങ്കിൽ ലോകം മുഴുവൻ അവളുടെ ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലേക്ക് 6 മാസം കൊണ്ട് മാറി എന്നുള്ളതാണ് സത്യം. ഒരിക്കൽ ശബ്ദം നന്നല്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇവരെ കൊണ്ടിത് സാധിക്കുമോ എന്ന് പറഞ്ഞ് തിരസ്കരിച്ച ആ ഒരു ആങ്കറിങ് എന്ന് പറയുന്ന പ്രൊഫഷനിൽ എന്നെ തേടി വരാത്ത അവാർഡുകളൊന്നും തന്നെയില്ല. അത് സ്റ്റേറ്റ് അവാർഡായാലും, അതുപോലെയുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അമേരിക്കൻ മലയാളി അസോസിയേഷൻ്റെ ആയാലും, KCBCയുടെ ഒരുപാട് എക്ലോഡ്സും അവാർഡ്സും, അങ്ങനെ ആ ഒരു ആങ്കറിങ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനെ തേടി എൻ്റെ അടുത്ത് എത്തി എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. അന്നൊക്കെ പലപ്പോഴും പലരും സംസാരിക്കുമ്പോൾ, ഈ ഷോ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ പറയുമായിരുന്നു, എന്തൊരു ധാർഷ്ട്യമാണ് രഞ്ജിനിയുടെ മുഖത്ത്. ഒരുപക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് ധാർഷ്ട്യമല്ല, അത് ധൈര്യമായിരുന്നു. ആ വാക്കൊന്ന് ചെറുതായിട്ട് തിരുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ ധൈര്യം എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും ഈ ധൈര്യത്തിൻ്റെ ഒരു മേലങ്കി എടുത്തണിയുമ്പോൾ അത് ധാർഷ്ട്യമായിട്ട് തെറ്റിദ്ധരിക്കുന്നവരുണ്ടാവും. എനിക്കറിയുന്ന ഒരുപാട് സിംഗിൾ മദേഴ്സ്, ഒറ്റയ്ക്ക് ഭർത്താവില്ലാതെ അമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ബദ്ധപ്പാടിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള മേലങ്കികൾ, അല്ലെങ്കിൽ അവൾ അഹങ്കാരിയാണ്, അവൾ ധാർഷ്ട്യക്കാരിയാണ്, അവൾ തൻ്റെ ഇടിയാണ് എന്നുള്ള പേരുകൾ, ലേബലുകളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക്. ഒരു പക്ഷേ അങ്ങനെയുള്ള ലേബലുകൾ എനിക്കും കിട്ടിയിട്ടുണ്ട് കുറഞ്ഞൊരു കാലഘട്ടത്തിൽ. അത് ഞാൻ അതിനെ കൊണ്ടു നടക്കുകയാണ് ചെയ്തത്. അതെനിക്കൊരു തരത്തിൽ കവചമായിട്ട് മാറുകയാണ് ചെയ്തത്. അതുവരെ ഞാൻ കണ്ടിരുന്ന സുഹൃത്തുക്കളാണെന്ന് ധരിച്ചിരുന്നവർ ഒരു പക്ഷേ ഭർത്താവിൻ്റെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ പലതരത്തിൽ ഞാൻ പരിചയപ്പെട്ട ആളുകളിൽ വന്ന ഭാവമാറ്റങ്ങൾ, ചിലരിലൊക്കെ, എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ആ പ്രായത്തിലൊരു സ്ത്രീക്ക് ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകുന്ന ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണിതൊക്കെ. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടിട്ട് തളർന്നു പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കണം എന്നതിനൊപ്പം എൻ്റെ സമൂഹത്തിനും എൻ്റെ ചുറ്റുപാടുകൾക്കും എൻ്റെ കുടുംബത്തിനും കൂടി വേണ്ടി ഞാൻ ജീവിക്കണം, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. ആ ഒരു തിരിച്ചറിവിൻ്റെ ഫലമായിട്ട് ഞാൻ കൂടുതലായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങി. ഞാൻ ചെയ്ത ടോക്ക് ഷോ ആവട്ടെ, അല്ലെങ്കിൽ ജേർണലിസം എന്ന് പറയുന്ന ഒരു പുതിയ കരിയർ ആവട്ടെ, ഞാൻ എടുത്ത കരിയർ ആവട്ടെ, അതിനെ ഒരു ജോലി മാത്രമായിട്ടല്ല ഞാൻ കണ്ടത്. അവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ പാഷനേറ്റായിട്ട് ചെയ്യുക, മനസ്സ് നിറഞ്ഞ് ചെയ്യുക. അവിടെ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് മൈൻഡ്ഫുൾനെസ് എന്നുള്ള വാക്കാണ്.
മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ ഇന്നൊക്കെ അത് വളരെ പരിചിതമായിട്ടുള്ള വാക്ക്, എല്ലാവർക്കും അറിയാം. പക്ഷേ എൻ്റെ ലൈഫിൽ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് പോലും മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് മനസ്സ് നിറഞ്ഞ് മറ്റൊരു കാര്യത്തിലേക്കും ശ്രദ്ധ പോവാതെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുമെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഏതായാലും ഞാൻ പിന്നീട് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു. വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു ഞാനത്, രണ്ടാമതൊരു വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മോറൽ സപ്പോർട്ട്, ആ വാക്ക് ഭയങ്കരം എന്നുള്ള വാക്കല്ല, മനോഹരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. അത് ഒരു മോറൽ സപ്പോർട്ട് എന്നുള്ള ആസ്പെക്റ്റിലും എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും എൻ്റെ പേഴ്സണൽ ലൈഫിലും ഒക്കെ എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണറെ തന്നെ എനിക്ക് കിട്ടിയെന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല പെൺകുട്ടികളും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ പ്രായത്തിൽ ഇതുപോലെ ഡിവോഴ്സ് ആവുകയോ ഒറ്റപ്പെടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് വിവാഹമേ വേണ്ടാന്ന് വയ്ക്കുന്നതൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ നിങ്ങളെ റിയലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ലൈഫ് സ്വീകരിക്കണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ജീവിതം വെറുതെ കളയാനുള്ളതല്ല. നമ്മൾക്കെല്ലാവർക്കും ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ഒരു ജീവിതത്തിനെ ഏറ്റവും ഭംഗിയായിട്ട് ചിലവഴിക്കണം, ഏറ്റവും ഭംഗിയായി എൻജോയ് ചെയ്ത് ജീവിക്കണം. എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സുഖലോലുപതയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവിൽ ആ ഒരു ബ്ലെസ്സിങ്ങിനെ മനസ്സിലാക്കിയിട്ട് ജീവിക്കണം. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷങ്ങൾ, ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ എല്ലാം തികഞ്ഞ് എല്ലാ സന്തോഷങ്ങളും ഓടി നമ്മൾ ജീവിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ സന്തോഷത്തിൻ്റെ ഒപ്പം ചിലപ്പോൾ വേദനകളും ചില ചെറിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും ആ തിരിച്ചറിവ് മനസ്സിലാക്കി ആ തിരിച്ചറിവോട് കൂടി ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഏതായാലും ഈ ഒരു ഘട്ടത്തിലാണ് തിരക്കുള്ള ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ തന്നെ നമ്മൾ മറന്നു പോകും. അങ്ങനെ എൻ്റെ ശരീരത്തിൻ്റെ വലത് സൈഡിന് ഒരു തളർച്ച പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കുണ്ടായി. അത് എൻ്റെ ബ്രെയിൻ സ്റ്റെമ്മിന് ഇൻഫ്ലമേഷൻ വരികയും വലത് സൈഡിൽ ചലനശേഷി കുറഞ്ഞു പോകുന്ന സ്പോണ്ടിലോസിസിൻ്റെ ഒരു അക്യൂട്ട് സ്റ്റേജാണത്. അങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ട് എനിക്ക് വർത്തമാനം പറയാനും നടക്കാനും നിൽക്കാനും ഒന്നും സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭർത്താവും എൻ്റെ 2 മക്കളും എൻ്റെ കുടുംബവും തന്നെയാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എൻ്റെ ഭർത്താവ് തന്നെയാണ് എന്നെ പൂർണ്ണമായിട്ടും ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കാരണക്കാരനായത്. തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള ഒരു ധൈര്യം എനിക്ക് തന്നത് എന്നെ ചികിത്സിച്ച ഡോക്ടർ യോഗിദാസ്, എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലുള്ള ഡോക്ടറാണ്. ഈ 2 വ്യക്തികൾ തന്നെയാണ് എന്നെ തിരിച്ചു വരാനുള്ള മനസ്സിൻ്റെ ധൈര്യം തന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മനസ്സിൻ്റെ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ പറഞ്ഞ ശരീരത്തിൻ്റെ ആകുലതകളും വേദനകളും നമുക്ക് കുറേയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും. എനിക്ക് സാധിക്കില്ല, എൻ്റെ ശരീരം ഇനി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങില്ല, അല്ലെങ്കിൽ ഞാൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് വയ്യ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഈ പ്രശ്നം ശരീരത്തിനെ ബാധിക്കും. ലൈഫിൽ ചാലഞ്ചസ് എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു കാര്യം. എല്ലാ കാര്യത്തിനെയും മനസ്സറിഞ്ഞ് സമീപിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒപ്പം തന്നെ ചാലഞ്ചസ് എടുക്കാനുള്ള, എന്തിനേയും സ്വീകരിക്കാനുള്ള, എന്തും വരട്ടെ അതിനെ വളരെ കൃത്യമായിട്ട് തന്നെ സമീപിക്കണം. അല്ലാതെ എടുത്തുചാട്ടം, റിസ്ക് എടുക്കാനുള്ള മനസ്സൊക്കെ നല്ലതാണ്, എടുത്തുചാട്ടം എന്ന് പറയുന്നത് നല്ലതല്ല. ചാലഞ്ചസ് എടുക്കുക എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂളായിട്ട് ഇന്ന് കിടന്നുറങ്ങാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും അതിനെ എനിക്ക് നേരിടാൻ സാധിക്കുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, മനസ്സിൽ ഒരു തരത്തിലുള്ള ഗ്രഡ്ജസ്, ഒരു വിദ്വേഷവും അല്ലെങ്കിൽ ഒന്നിനോടും ഒരു ദേഷ്യവും വെച്ച് പുലർത്താതിരിക്കുക. അപ്പോൾ ലൈഫിൻ്റെ ഓരോ മൊമെൻറ്റും, ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യുക. ഒരാളോടും ഗ്രഡ്ജസ് ഇല്ലാതിരിക്കുക, ഒരാളോടും വിദ്വേഷം അല്ലെങ്കിൽ പക അതൊന്നുമില്ലാതിരിക്കുക. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ നശിപ്പിക്കുകയായിരിക്കും. അതുകൊണ്ട് ഏറ്റവും ഹാപ്പി ആയിട്ട് ഈ ഒരു കോവിഡ് കാലഘട്ടത്തെ നമ്മൾ അതിജീവിക്കാനുള്ള ചില നുറുങ്ങ് കാര്യങ്ങൾ കൂടിയാണ് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ തകർന്നു പോയവർക്കും വീണു പോയവർക്കും അവിടെ നിന്ന് എങ്ങനെ എഴുന്നേറ്റ് നടക്കാമെന്ന് പ്രത്യേകിച്ച് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള വീഴ്ചകളൊന്നും, നിരന്തരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് എപ്പോഴും അങ്ങനെ വീണ് കിടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്.
എഴുന്നേൽക്കാൻ എഴുന്നേൽക്കണം. ശ്രമിക്കാം എന്നുള്ള വാക്കിന് അപ്പുറത്തേക്ക് നടക്കുമെന്ന് തന്നെ മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ ലോകം നിങ്ങളുടെ മുന്നിലേക്ക് വരും. പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനും അത് ധൈര്യത്തോടു കൂടി ചെയ്യാനും, ലോകം ഇനി കൂടെ ആരുമില്ലെങ്കിലും എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ എത്തുന്നുള്ള വിശ്വാസത്തിൽ, ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ജീവിതം മധുരം നിറഞ്ഞതാവും, സന്തോഷം നിറഞ്ഞതാവും, സമാധാനം നിറഞ്ഞതാവും.